വളരെ ആത്മാഭിമാനത്തോടെയാണ് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. സാധാരണ നമ്മുടെ സേവാദളിൻ്റെ തുടക്കവും ഒടുക്കവും നമ്മൾ നിരവധി കാലം ഞാൻ കണ്ടതാണ്. ഒരാഴ്ച കണ്ടാൽ പിന്നെ ഒരു മാസത്തേക്ക് കാണില്ല. പക്ഷെ നിങ്ങളെ കൂട്ടിയും കൂട്ടിയും കാണാൻ സാധിക്കുന്നു എന്നത് അമിതമായ സന്തോഷം എന്നിൽ ഉളവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായി നിങ്ങൾ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തുടർച്ചയായ ക്യാമ്പ് നിങ്ങളിൽ ഉണ്ടാക്കിത്തരുന്ന വൈവിധ്യമാർന്ന കർമ്മശേഷി അത് ഈ നാടിൻ്റെയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെയും കരുത്തായി നാളെ മാറും എന്നതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാൻ ശ്രീ രമേശനോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ സേവന രംഗത്ത് സേവദാൾ ഇറങ്ങണം. സേവന രംഗത്ത് നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടിക്ക് നിങ്ങളെ കൊണ്ടൊരു വലിയ ഗുണമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സേവന രംഗത്ത് നിങ്ങൾ കടന്നു വന്നാൽ ആയിരക്കണക്കിന് ആളുകളുടെ പിൻബലം നിങ്ങളിലൂടെ ഇന്റർനാഷണൽ കോൺഗ്രസിന് ലഭിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ സഹായിക്കാൻ അപ്പോൾ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടാകും, പ്രമുഖരായ വ്യവസായികളും വ്യാപാരികളും ഉണ്ടാകും. അവരുടെയൊക്കെ സഹായം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരു താങ്ങായി, ഒരു തണലായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനവുമായി നിങ്ങൾ പോയാൽ വരാൻ പോകുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിന് ഒരു യൗവനമാണ് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഏതാണ്ട് 300ഓളം യങ് ബ്രിഗേഡ്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നന്നായി. പക്ഷേ 300 പോരാ. അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം. ചെറിയ തലമുറക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു പ്രസ്ഥാനമായി സേവദാൾ മാറണം എന്നതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ അഭിലാഷവും എൻ്റെ പ്രത്യാശയും. ഞാനിതിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ ഞാൻ സ്നേഹപുരുഷനെ പറയുന്നു, 300 പോരാ, 300നോടൊപ്പം ഒരു 300 കൂടെ അടിയന്തരമായി ഉണ്ടാക്കി ഒരു ബാച്ച് ഇറങ്ങിയാൽ ഒരു 10-500 മുകളിൽ കുട്ടികൾ സേവാദളിൻ്റെ വസ്ത്രമിട്ട്, സേവാദളിൻ്റെ തൊപ്പിയിട്ട് ഒരു പുതിയ തലമുറയിലെ കൊച്ചുമക്കൾ കോൺഗ്രസിൻ്റെ പതാകയുമേന്തി നാടിലെ ബസാറുകളിൽ, അങ്ങാടികളിൽ, മാർക്കറ്റുകളിൽ നടന്നു പോകാൻ അവസരമുണ്ടായാൽ നാട് അമ്പരപ്പോഴും അതിനെ നോക്കി നിൽക്കും. നാട്ടാർ അത്ഭുതത്തോടെ അതിനെ കണ്ടു കാണും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ആ തുറയിലേക്കൊക്കെ കടന്നു പോകണം. ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരുന്നു. നിങ്ങൾക്കിപ്പോൾ വാഹനം ഈ നമ്മുടെ സേവാദാളിൻ്റെ ഇതുണ്ടല്ലോ, എന്താണ് ആംബുലൻസ് നിങ്ങൾക്ക് എത്രയാ ഉള്ളതെന്ന് എനിക്കറിയില്ല. എത്രയാ സേവദാളുള്ളത് ആംബുലൻസ്? ഇപ്പൊ 2 ഉണ്ട്. 2 ആംബുലൻസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ വാഗ്ദാനം തരികയാണ്. ഞാനത് ആ 2 ആംബുലൻസും കൂടെ നിങ്ങൾക്കുണ്ടായാൽ ഈ ആംബുലൻസ് കൊണ്ടുള്ള മെച്ചറിയോ നിങ്ങൾക്ക് ഒരു പ്രദേശത്ത് ഒരു ആംബുലൻസ് ഉണ്ട്. ഒരു രോഗിക്ക് രോഗം വന്നാൽ ആംബുലൻസ് സേവാദളിൻ്റെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഗ്രാമത്തിലെ ചർച്ചയാണ്. അത് ആ രാജ്യത്ത്, ആ നാട്ടിലെ പ്രദേശത്തെ ജനങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു ഘടകമാണ്. ഓ, സേവാദളിൻ്റെ ആംബുലൻസ് ഉള്ളത് കൊണ്ട് മരിക്കാണ്ട് ആശുപത്രിയിൽ എത്തി എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ സേവാദളിൻ്റെ ഒരു മഹത്വം, സേവാദളിൻ്റെ ഒരു കരുത്തും, സേവാദളിൻ്റെ ഒരു കഴിവും, സേവാദളിൻ്റെ ഒരു മികവും നാട്ടിലെ ജനങ്ങളെ മനസ്സിൻ്റെ അകത്തേക്ക് അത് കടന്നങ്ങ് പോകും. അങ്ങനെ ഒരു പുതിയ മുഖമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എനിക്ക് നിങ്ങളിൽ വേറെ വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾ എന്തായാലും എത്രയും ദിവസങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ട് നടന്ന ഈ ദിവസങ്ങൾ നിങ്ങൾ സേവാദൾ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ സ്വയം സമർപ്പിതരായ ആളുകളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് തുടരട്ടെ. നാളെയും പുതിയ ആളുകളെ ഇതോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നു നമുക്ക് ഇത്തിരി സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് എവിടെ നോക്കിയാലും സേവാദാളിൻ്റെ ഒരു ബാച്ച് അവിടെ ഉണ്ട് എന്ന് വരുന്ന രീതിയിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നമുക്ക് കുറേ ആളുകളെ ഉണ്ടാക്കി എടുത്താൽ സാധിച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഈ പ്രയാസം വരുന്ന, ദുരിതം വരുന്ന, കഷ്ടപ്പാട് വരുന്ന ആളുകൾക്ക് സഹായമായി നിങ്ങൾ വെള്ളത്തൊപ്പിയുമിട്ട് നിങ്ങൾ പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചലനമുണ്ടല്ലോ, ആ ചലനം വളരെ വലിയ ചലന. ആളെ മനസ്സിൻ്റെ അകത്ത് വലിയ കത്തുന്നൊരു ചലനാണത്. അത് നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളെ എന്തും കൊണ്ട് വില കൊടുത്ത് നിങ്ങളെ സഹായിക്കാൻ ഒരു നാട്ടിലെ ഗ്രാമത്തിലെ ജനങ്ങൾ നിങ്ങളോട്
നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കത് അഭിമുഖീകരിക്കാനുള്ള സമയം യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നേതാക്കളൊക്കെ നിങ്ങളോടൊപ്പം സഹകരിക്കുന്നവരാണ്. നിങ്ങളുടെ സുഖവും ദുഃഖവും മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് നേതൃരംഗത്തുള്ള രമേശ് അടക്കമുള്ള നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, എന്തെങ്കിലും ക്രൈസിസ് ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങളൊക്കെയുണ്ട്. ഒരു ടെലിഫോൺ മതി, മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തും. എന്ത് സഹായപരമെങ്കിലും നിങ്ങൾ ചെയ്യും. ധൈര്യമായി നിങ്ങൾക്ക് മുൻപോട്ട് പോകാം എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനസ്സിന് കരുത്ത് പകരാനുള്ള പ്രതിജ്ഞ ഇന്ന് ഇവിടെ നിന്ന് എടുത്തേ പോകാവൂ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും നമുക്കൊരു വലിയ സേവാദളിൻ്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് നാളെ നമ്മുടെ സ്വപ്നമാവട്ടെ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുക. ഈ സമാപന സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ഇന്ദിരേഷ്. എല്ലാവർക്കും നമസ്കാരം. ഈ സമാപന സമ്മേളനത്തിൻ്റെ ബഹുമാനിയായ സംസ്ഥാന സേവാദൾ പ്രസിഡന്റ് രമേശ് കരുവാശ്ശേരി, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള കെ സുധാകരൻ MP അവർക്ക് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസിൻ്റെയും സേവാദളിൻ്റെയും നേതാക്കന്മാരെ, സഹോദരിമാരെ, സേവാദളിൻ്റെ ഭടന്മാരെ, ഇന്ന് നമ്മൾ ഈ സേവാദളിൻ്റെ 4ാം ദിവസമാണ് ഈ ക്യാമ്പ്. 4 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് സേവാദളിൻ്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞയുമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ പുറത്തേക്ക് പോവുക. ഇവിടെ നമ്മുടെ ബഹുമാനായ MP സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും സേവാദളിൻ്റെ ഭടന്മാരുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ കരുത്താണ്, പാർട്ടിയുടെ ശക്തിയാണ്. ആ ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ സേവനം വളരെ വലുതാണ്. സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ സേവനം നൽകാൻ പ്രാപ്തരായിട്ടുള്ള ഒരു സംഘടന വളർന്നു വരേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ്. നമുക്കറിയാം, ഏതൊരു പ്രവർത്തനത്തിലും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ മുന്നിൽ ഒരുപാട് ദുരന്തങ്ങൾ കടന്നുപോയ ഒരു നാടാണ് നമ്മുടേത്. ആ ദുരന്തമുഖത്തൊക്കെ സന്നദ്ധ സേവകരായി സേവാദളിൻ്റെ ഭടന്മാരെ കാണുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ